يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. زواله هدية وتحية منا إلى حضرة روح نبينا المصطفى محمد صلى الله عليه وسلم. اللهم إلى حضرة آبائه وإخوانه من الأنبياء والمرسلين. اللهم إلى حضرة أزواجه وأولاده وعترته الفاضلين. إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم كن لنا في مجلسنا هذا وفي اجتماعنا هذا. اللهم بارك لنا في هذا الأمر. اللهم اجعل هذا الأمر من عبادك الصالحين، من عبادك الأعمال الصالحين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا واغفر وارحم والدينا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ورتل القرآن ترتيلا. صدق الله مولانا العظيم. സയ്യിദ് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഉസ്താദുമാർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട മക്കൾ, അൽഹംദുലില്ലാഹ് ഓരോ രക്ഷിതാവിൻ്റെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ കണ്ണീർ പൊഴിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇളം പ്രായത്തിൽ ഖുർആനിൻ്റെ മധുരം എന്നതാണ് നമ്മുടെ തിബിയാനിൻ്റെ ക്യാപ്ഷൻ തന്നെ. 3 വയസ്സിൽ നമ്മുടെ മക്കളെ ഇവിടുന്ന് കൊണ്ടു ചേർക്കുകയും നമ്മുടെയൊക്കെ വീടുകളിലെ മറ്റു മക്കൾ 1ാം ക്ലാസ്സിൽ അലിഫ് പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന സമയത്ത് നമ്മുടെ മക്കളിന്ന് മഹത്തായ അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അത് ഓടിപ്പഠിക്കാൻ വലിയ വലിയ സൂറത്തുകൾ കണ്ടുകൊണ്ട് ചെറിയ സൂറത്തുകൾ ഹിഫ്ളായിക്കൊണ്ട് പഠിച്ച് മുന്നേറുന്ന വലിയ ഭാഗ്യവാന്മാരായിട്ടാണ് ഇന്ന് നമ്മുടെ മക്കൾ ഓരോരുത്തരും ഈ സന്ദർഭത്തിൽ ഇവിടെ ഇരിക്കുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ ഇനിയും ഉന്നതിയിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഴയ കാലങ്ങളിൽ കലാലയങ്ങളുടെ മുറ്റം കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. നമ്മുടെ മക്കൾ 3 വയസ്സ് മുതൽ നമ്മുടെ കൗക്കബിൽ പഠിക്കാൻ ആരംഭിച്ചു. 3ാം ബാച്ചുകാരാണ് ഇവിടെ ഇരിക്കുന്നത്.
ഇല്ലാത്ത 6 അടി മണ്ണെന്ന് പറയുന്ന കവറിൽ കിടക്കുമ്പോഴാണ് ഈ മക്കൾ ഒരു ബിസ്മി ചൊല്ലിയതിന്റെ അതല്ലെങ്കിൽ ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന്റെ ശ്രദ്ധത നമുക്ക് മനസ്സിലാക്കുക. ഇമാം ബൈദാവി തുടങ്ങിയതിലെ ഖുർആനിനെ തുടങ്ങുമ്പോൾ ഇത്രയൊരു വെറൈറ്റി പ്രോഗ്രാമിന്റെ ആവശ്യമുണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല. എന്നിരുന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുവരെ പഠിച്ച എല്ലാ വിഷയങ്ങളുടെയും മുകളിൽ നിൽക്കുന്ന വിഷയമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഈ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു 5ലേക്കൊക്കെ എത്തുമ്പോൾ ഭൂരിഭാഗം ഇസ്ലാമീയത്തിലുള്ള ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി ഹാഫിളാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. എത്രയോ രക്ഷിതാക്കൾ നമ്മോട് പറയാറുണ്ട്, എനിക്ക് 2 പെൺകുട്ടിയാണ്, 3ാമത്തെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് ആ കുട്ടീനൊന്ന് ഹാഫിളാക്കാൻ നല്ല ബുദ്ധിയുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോ ഖുർആൻ പഠിക്കുക എന്ന പഠനമാണ് ഏറ്റവും വലിയ പഠനം എന്ന് പറയുന്നത്. നിങ്ങൾ ഏതാ അപ്രൈ പ്രൈമറി TUC 3ാം ബാച്ചാണ്. അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. ABCD അറിയുന്നവരൊക്കെ കൈകൊണ്ടിക്ക്. ABCD അറിയുന്നവര് ABCD അറിയും, ഫുള്ളായിട്ട് അറിയൂലേ? Z വരെ അറിയില്ല. അൽഹംദുലില്ലാഹ്. അലിഫും ബാവും താവും അറിയുന്നവര് കൈകൊണ്ടിക്ക്. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ കാണാതെ നിങ്ങൾക്കൊക്കെ ഫാത്തിഹ ഓതാൻ കിട്ടൂലേ? ഫാത്തിഹ ഓതാൻ കാണാതെ കിട്ടുന്നവരൊന്ന് കൈവന്തിക്ക്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്താ ഫാത്തിഹ എന്നുള്ളത്? കണ്ടിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ്, കണ്ടവരെ ഈ കൂട്ടത്തിലുണ്ട്. ഇന്ന് നമുക്ക് കണ്ടിട്ടൊന്ന് തുടങ്ങുകയാണ്. വിശുദ്ധ ഖുർആൻ കണ്ട് ഇന്ന് ആരംഭിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് സൂറത്തുകൾ നമ്മുടെ ഉസ്താദുമാരുടെ നാവിൻ തുമ്പിൽ നിന്ന് നമ്മൾ കേട്ട് പഠിക്കുമ്പോൾ അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകണം. നിങ്ങളൊക്കെ റെഡിയല്ലേ? റെഡിയായോ? ഈ വന്നിരിക്കുന്ന മക്കളുടെ രക്ഷിതാക്കളോട് 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. മാഷാ അല്ലാഹ്. നമ്മളൊന്നും വിദ്യാലയങ്ങളുടെ കലാലയങ്ങളുടെ തിരുമുറ്റം 3ാം വയസ്സിലോ 4ാം വയസ്സിലോ ഒന്നും ഞമ്മൾക്ക് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ കണ്ടത് ഈ കൂട്ടത്തിൽ പള്ളിക്കൂടം എന്ന് പറയുന്ന, ഓത്തുപള്ളി എന്ന് പറയുന്ന പഴയ സംവിധാനം ഉണ്ടായിരുന്നു. അതുവരെ പഠിച്ച ആളുകളുടെ മക്കൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. ഇന്ന് ഇൻഷാ അല്ലാഹ് മർകസു സഖാഫത്തി സുന്നിയിൽ നാട്ടു ദർസ് എന്ന് പറയുന്നതിന്റെ തുടക്കം 3 മണിക്ക് ഒന്നരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇജാസത്ത് തന്നുകൊണ്ട് നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 10,000-കണക്കിന് മുദരിസുമാരും ഖതീബുമാരും പങ്കെടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ് പഴയ സംവിധാനം നാട്ടിൽ ഇല്ലാതെയായി സൃഷ്ടിച്ചു പോയതുകൊണ്ട് നാട്ടു ദർസ് എന്നൊരു സംവിധാനം വീണ്ടും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആ ഉസ്താദുമാർക്ക് പറഞ്ഞു കൊടുത്ത് ഷെയ്ഖുനയുടെ ശിഷ്യന്മാരാകാൻ ഒരു അവസരം ഇന്ന് മർകസിലുണ്ട്. അപ്പൊ ഇതേ പറയാനുള്ള കാരണം, നമുക്കൊന്നും പഴയ കാലത്തുള്ള ഈ പ്രായത്തിൽ പഴയ കാലങ്ങളിൽ കലാലയങ്ങളുടെ മുറ്റം കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. നമ്മുടെ മക്കൾ 3 വയസ്സ് മുതൽ നമ്മുടെ കൗക്കബിൽ പഠിക്കാൻ ആരംഭിച്ചു. 3ാം ബാച്ചുകാരാണ് ഇവിടെ ഇരിക്കുന്നത്. വ്യത്യസ്തമായ അറിവുകൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇവരൊക്കെ കരഗതമാക്കി. എത്ര ദിക്റുകൾ നമ്മുടെ കുട്ടികളൊക്കെ വാഹനത്തിൽ കയറുന്ന ദിക്റ്, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലേണ്ടത്, ബാത്റൂമിൽ കയറുമ്പോൾ ചെല്ലേണ്ടത്, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലേണ്ടത്, എഴുന്നേറ്റ് ചെല്ലേണ്ടത്, ഉറങ്ങുന്ന സമയം ചെല്ലേണ്ട ദിക്റ്, ഇതൊക്കെ ഈ കുഞ്ഞിളം പ്രായത്തിൽ തന്നെ കേട്ട് പഠിക്കുമ്പോൾ ഈ ദിക്റൊന്നും അറിയാത്ത രക്ഷിതാക്കളുണ്ട്. ഈ മക്കളിൽ നിന്ന് കേട്ട് പഠിച്ച രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ടാകും. എന്നോട് എത്രയോ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, മക്കള് അത് ചെല്ലുമ്പോഴാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ദിക്റുണ്ടല്ലോ ഓർമ്മ നമുക്ക് വരാറുള്ളത് പാരന്റ്സ് മീറ്റിൽ പറയാറുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ പഠനങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പഠനമാണ് ശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അത് ഈ കുഞ്ഞുള്ള പ്രായത്തിൽ തന്നെ ഇപ്പം നമ്മൾ വരുന്ന
വീശിയ മക്കള് യാസീൻ പഠിച്ച മക്കളാണ്. അൽഹംദുലില്ലാ, ഇത്തരം ചെറിയ പ്രായത്തിൽ യാസീൻ പഠിച്ച് അവർ ഓതാന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാൻ പോകുന്നതും ആരാരുമില്ലാത്ത 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറിൽ നമ്മൾ കിടക്കുമ്പോഴാണ് എൻ്റെ കുട്ടി ഒരു അലിഫ്ലാമീൻ പഠിച്ച് അതല്ലെങ്കിൽ ഒരു യാസീൻ പഠിച്ചതിൻ്റെ മഹത്വം നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ദുനിയാവിൽ നിന്ന് ഇപ്പം എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത് കിട്ടാൻ പോകുന്നതൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ആസ്വാദനവും ആനന്ദകരവും നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ആരാരുമില്ലാത്ത 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറിൽ കിടക്കുമ്പോഴാണ്. ഈ മക്കൾ ഒരു ബിസ്മി ചൊല്ലിയതിൻ്റെ അതല്ലെങ്കിൽ ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാം. ഇമാം ബൈദാവി തങ്ങൾ, നാസറുദ്ദീൻ ബൈദാവി തങ്ങൾ തഫ്സീറുൽ ബൈദാവിയുടെ ആമുഖത്തിൽ തന്നെ, അതിൻ്റെ ഫാത്തിഹയുടെ ആമുഖത്തിൽ തന്നെ മഹാനവറുകൾ ഒരു കഥ പറയുന്നുണ്ട്. ഒരു നാടിനെ അല്ലാഹു തആല ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ നാടിനെ വളരെ മോശപ്പെട്ട രൂപത്തിൽ തെറ്റുകുറ്റങ്ങൾ നിറഞ്ഞ് അശ്ലീലങ്ങൾ നിറഞ്ഞ ഒരു നാടായതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ നാട്ടിൽ നിന്ന് ഒരു ചെറിയ കുഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി പഠിച്ചതിന്റെ പേരിൽ ആ നാടിനെ അല്ലാഹു തആല അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന വിശുദ്ധ ഖുർആനിന്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത്, തഫ്സീറിന്റെ ശ്രേഷ്ഠത പറയുന്നിടത്ത്, ബിസ്മിയുടെ ശ്രേഷ്ഠത പറയുന്നിടത്ത് പറഞ്ഞത് കാണാം. അത്രയ്ക്ക് മാറ്റമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കോവിഡ് വല്ലാതെ ഏശിയില്ല. കോവിഡിൽ നിന്ന് മുക്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ. എന്തുകൊണ്ടാണ് നമ്മുടെ നാടിൽ അത് വല്ലാതെ വില പോകാന്? നമ്മുടെ ചെറിയ മക്കളുടെ ഖുർആൻ പാരായണവും അതുപോലെ തന്നെ പള്ളികളിലുള്ള അദ്ദാദ് റാത്തീബുകളും ഒക്കെ ഉള്ളത് കൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അൽഹംദുലില്ലാ, ഇന്ന് കുഞ്ഞുങ്ങൾ നോക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഫാത്തിഹ തുടങ്ങുകയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നുള്ള സൂറത്തുകൾ നമുക്ക് ആവശ്യമായ ജീവിതത്തിൽ പകർത്തേണ്ട സൂറത്തുകളൊക്കെ അവർ പഠിച്ച് ഇൻഷാ അല്ലാഹ് രക്ഷിതാക്കൾക്ക് അത് ഓതി കേൾക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അത് ഗ്രഹിക്കാനും പഠിക്കാനും ആ മക്കളുടെ നാവിൽ മുമ്പിൽ നിന്നൊക്കെ ഓതുന്നത് നമുക്കൊക്കെ കേൾക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തുടങ്ങുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ശ്രേഷ്ഠത പറഞ്ഞാലും തീർക്കാൻ പറ്റാത്ത വിശാലമായി പരന്നു കിടക്കുന്ന വലിയ ഒരു അനുഭൂതിയാണ്, അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖിയാമത്ത് നാൾ വരെ ആരിത് നശിപ്പിക്കാൻ തീരുമാനിച്ചാലും അതിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഞാനാണ് അതിനെ ഇറക്കിയത്, എൻ്റെ ഗ്രന്ഥമാണ്, എൻ്റെ വചനമാണ്. അതിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ അത് നഷ്ടപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. സബൂറാണെങ്കിലും ഇഞ്ചീലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു ഏത് ഗ്രന്ഥങ്ങളാണെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ മുമ്പിറങ്ങിയ മുഴുവൻ ഗ്രന്ഥങ്ങളും വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതോടുകൂടെ അസ്ഥിരപ്പെട്ടു പോയി. പിന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങൾക്ക് സ്ഥാനമില്ല. അതിന്റെ ഗ്രന്ഥങ്ങളുടെ കോപ്പികൾ നമുക്ക് വ്യാപകമായി കാണാൻ സാധിക്കൂല. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. വ്യത്യസ്തമായ അച്ചടിയിൽ, വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും എല്ലാം നമുക്ക് വിശുദ്ധ ഖുർആനിനെ കാണാൻ സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ രക്ഷിതാക്കൾ, കേൾക്കുന്ന രക്ഷിതാക്കൾ നമ്മൾ വിശുദ്ധ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കണം. ബന്ധമുണ്ടാക്കിയാലുള്ള നേട്ടം എന്താണ്? 4 ആളുകളെ അങ്ങോട്ട് സ്വർഗം ആഗ്രഹിക്കുന്ന 4 വിഭാഗമുണ്ട്. ഞാൻ വേറെ പറയില്ല, അതിനുള്ള സമയമില്ല. പാരൻസ് മീറ്റ് ആരംഭിക്കുകയാണ്. അങ്ങോട്ട് സ്വർഗം മാടി വിളിക്കുന്ന 4 വിഭാഗമുണ്ട്. ഒന്ന് താലിൽ ഖുർആനാണ്. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളോട് സ്വർഗത്തിന് വല്ലാത്ത താല്പര്യമാണ്. സ്വർഗം ചോദിക്കും, റബ്ബേ ആ മനുഷ്യനെ എനിക്ക് തരുമോ, ആ ഉമ്മാനെ എനിക്ക് തരുമോ എന്ന് സ്വർഗം റബ്ബിനോട് കെഞ്ചി ചോദിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ബാക്കി 3 വിഭാഗങ്ങൾ പറയേണ്ടതാണെങ്കിലും ഇവിടെ ചർച്ച ചെയ്യേണ്ടതിനും ആർക്കെങ്കിലും അറിയാൻ വേണ്ടി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹാഫിദുൽ ലിസാനാണ്. നാവിനെ സൂക്ഷിക്കുന്നവർ, അനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് നാവിനെ വേസ്റ്റാക്കാത്തവർ, ഈബത്തും നമീമത്തും പറയാത്തവർ, മോശപ്പെട്ട തെറികൾ പറയാത്തവർ, നല്ല നാവിനെ സൂക്ഷിക്കുന്ന ആളുകളോടും സ്വർഗത്തിന് വലിയ താല്പര്യമാണ്. മൂന്നാമത്തത് മുത്തനബിൽ ചെയ്യാനാണ്. വിശന്നു വരുന്നവർക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളോട് സ്വർഗത്തിന് വലിയ താല്പര്യമാണ്. നാലാമത്തത് റമദാൻ മാസത്തിൽ നോക്കുന്നവർ, അവരെയും സ്വർഗം ആവശ്യപ്പെടുമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസുകൾ കാണാം. ഈ പറയപ്പെട്ടതിൽ ഒന്നാമതായി മുത്തനബി പറഞ്ഞത് താലിൽ ഖുർആനാണ്. എല്ലാ
അള്ളാഹു കുടുംബമില്ല, അല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ്, അല്ലാഹു സമദ്, നിരാശയിലല്ല, മറ്റുള്ള ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്, അള്ളാഹു പ്രസവിച്ചതുമില്ല, അള്ളാഹു പ്രസവിക്കപ്പെട്ടിട്ടുമില്ല എന്നൊക്കെ നമ്മൾ ദൈനംദിനം ഓതുന്ന ആളുകളാ സൂറത്തുൽ ഇഖ്ലാസ്. എന്നാൽ ഈ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഹബീബുനാ തങ്ങൾ പറഞ്ഞത് അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്. നിങ്ങൾ ഖുർആൻ ഡെയിലി ഓതുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കുടുംബക്കാരാണ് എന്ന് പഠിപ്പിച്ചത്. അത് എത്രത്തോളം ശ്രദ്ധയുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷിതാക്കളാവുന്ന നമ്മളും ഇത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മുടെ മക്കൾ അതിനൊരു പ്രോത്സാഹനം, നമ്മുടെ മക്കൾക്ക് ഒരു പ്രോത്സാഹനമായി മാറുകയും മക്കളും അത് നമ്മുടെ ചെറിയായി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇവിടെ ഉസ്താദുമാർ ഓതിത്തരുന്ന ഖിറാഅത്തുകൾ വീട്ടിൽ നിങ്ങൾ ഓതിപ്പിക്കണം. ഇവരെ മാത്രം നമ്മൾ ഉസ്താദ് ഉഷാറാക്കട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കൂല. ഇന്ന് ഏത് സൂറത്താ മോനെ പഠിച്ചത് എന്നുള്ളത് ചോദിക്കുകയും ചെറിയ മക്കളോട് അത് ഓതിത്തരാൻ പറയും. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഖുർആനിന്റെ കഴിവുകൾ, അതുപോലെ തന്നെ അതിന്റെ ശ്രദ്ധകൾ, ഇതൊക്കെ ആകുമ്പോൾ മൊബൈലുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ സാധിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മക്കൾക്ക് ഫാത്തിഹ ഓതി കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും, ഈ 4 സൂറത്തുകൾ ഇന്നിവിടെ ബറക്കത്തിന് വേണ്ടി ഓതും. ബാക്കി ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ അത് കണ്ടിന്യൂ ചെയ്ത് പഠിപ്പിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കളിലൂടെ നമുക്കൊരുപാട് ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് നമ്മൾ ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹ. അതിലെ ഓരോന്നിനും ശ്രദ്ധതയുണ്ട്. അഊദുവിന്റെ ശ്രദ്ധത പറയേണ്ടല്ലോ. നമ്മൾ ഖുർആൻ ഓതാൻ നിന്നാൽ തന്നെ കൂട്ടുമഴയും ക്ഷീണയും വരാൻ തുടങ്ങും. കാരണം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇടപെടും. എന്താണ് ഇടപെടുന്നത്? അത് അഊദു ഓതാതെ ബിസ്മി മാത്രം ഓതിക്കൊണ്ട് തുടങ്ങുന്നത് കൊണ്ടാണ്. അഊദു ഓതിക്കൊണ്ട് തുടങ്ങുന്ന ഒരു വ്യക്തിയെ ഇബ്ലീസിനെ ചതിക്കാൻ കഴിയൂല എന്ന് ഹബീബായി തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് എപ്പം ഖുർആൻ ഓതുകയാണെങ്കിലും അഊദു ഓതിയിട്ട് തുടങ്ങുക. ബിസ്മിയിലേക്ക് കടക്കുകയാണെങ്കിൽ ബിസ്മിയുടെ ശ്രദ്ധത പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ആ 19 അക്ഷരമാണ് ബിസ്മിയിലുള്ളത്. ആ 19 അക്ഷരം ഇന്ത്യയിലുള്ളതാണ് എന്ന് ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചത് കാണാം. 19 മലായികത്തുകളാണ് അത്രേ സബാനിയത്തിന്റെ മലായികത്തുകൾ. 19 നരകത്തിനെ കാക്കുന്ന മലായികത്ത്. 10 മതിയോ എന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ വിശദീകരണം മഹാനവറുകൾ പറയുന്നുണ്ട്. ഓരോ മലായികത്തിന്റെയും ചിറകിന്റെ ഒക്കെ കോലം മശരിക്ക് മുതൽ മഅരിഫ് വരെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവനും ഒരു മലായികത്തിന് തന്നെ അതിന്റെ ചിറകുകളുണ്ട്. അപ്പൊ 19 ധാരാളമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിൽ 19 അക്ഷരങ്ങളാണുള്ളത്. ആ 19 അക്ഷരം 24 മണിക്കൂറിൽ 5 വക്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കിയാൽ ഓരോ മണിക്കൂറിലും നമുക്ക് ഓഫിനിങ്ങളാകാൻ എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ നമുക്ക് പൊറുക്കാൻ താങ്ങിമീങ്ങളാകാൻ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഈ 24 മണിക്കൂറിൽ 5 വക്ത് മാറ്റിവെച്ചാൽ ബാക്കി 19 മണിക്കൂറാണ്. ഈ 19 മണിക്കൂർ നമുക്ക് എന്നത് അതിനെ നമുക്ക് ഏറ്റവും മർമ്മപ്രധാനമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ടാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഇമാം റാസി തങ്ങൾ പറഞ്ഞത് കാണാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിലും എന്ത് കാര്യം നമ്മുടെ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് തുടങ്ങണം. അതല്ലെങ്കിൽ അത് അറ്റുപോകും, അത് മുറിഞ്ഞു പോകും എന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിശുദ്ധ ഖുർആനിലേക്ക് കടക്കാൻ നമ്മൾ 3 സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഓതിയതിന്റെ ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീനിലെ ഒരു 4 ആയത്തും കൂടി ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഓതി തന്നതിന്റെ ശേഷം നമുക്ക് ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കും. അല്ലേ മക്കൾ? റെഡിയാണോ? എല്ലാവരും ഫാത്തിഹ സൂറത്ത് കണ്ടോ? നിങ്ങൾ മറച്ചു വെച്ചിട്ടുള്ള ഫസ്റ്റ് പേജിലെ സൂറത്ത് 2 തവണ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. മക്കയിലും മദീനയിലും അല്ലാഹുവിന്റെ ഹബീബിന് സൂറത്തുകൾ ഇറങ്ങിയ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. ഞാൻ ഓതി തരുന്നത് പോലെ ഓതൂലേ? വലത്തെ കൈ വെച്ചു.
ഫാത്തിമ ഫാത്തിമ വലത്തെ കൈ വെക്കുമ്പോളെ വെച്ചില്ല, എല്ലാവരും വെച്ചില്ല. അത് നീ ഇങ്ങനെ വെക്കി കൊടുത്തിട്ടോ. ഈ ഊതുമ്പോ നിങ്ങൾ അതേപോലെ തന്നെ ഊത് കേട്ടോ. എല്ലാവരും ഉഷാറായിട്ട് ഉറക്കെ നോക്കണം കേട്ടോ. ഉറക്കെ നിങ്ങൾ എത്ര സൗണ്ട് ഉണ്ടോ ആ സൗണ്ടിൽ നിങ്ങൾ ഓതണം. പൊതുവേ ഒന്നും പറയില്ല നിങ്ങളെ സൗണ്ട് രോഗിയായി. ഉഷാറല്ലേ? അള്ളാഹു നമുക്ക് നല്ല ശബ്ദം തന്നിട്ടുണ്ട്. അത് കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട എന്തിനാ ഇൽമ പഠിക്കാനും ഖുർആൻ ഓതാനും കേട്ടോ. അപ്പോൾ അള്ളാഹു താല നല്ല ശബ്ദങ്ങൾ ഉഷാറാക്കി തരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മനോഹരമായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ ഖുർആൻ ഓതുന്ന കേട്ടിട്ടില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് അതേപോലെ നമ്മളൊക്കെ ആവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാ ഫാത്തിമ അങ്ങോട്ട് നോക്കുന്നത്, ഒരു ഫാത്തിമ അങ്ങോട്ട് നോക്കുന്നത്. ഫാത്തിമ അങ്ങോട്ട് ഖദീജ ചെറിയ വ്യത്യാസം. ഒന്ന് മോളുടെ പേരാണ് ഖദീജ, ഭാര്യ പേരാണ് ഹബീബിന്റെ ഭാര്യയുടെ പേരാണ്. ഖദീജ ഇങ്ങോട്ട് നോക്കിട്ടോ. എല്ലാവരും നോക്കണ്ട ഇവിടെ അല്ലേ മുഹമ്മദ് പേരായതുകൊണ്ടാണ് മുഹമ്മദും ഫാത്തിമയൊക്കെ പറയുന്നത്. നിങ്ങളെ യഥാർത്ഥ പേര് തന്നെയാണ്. ഞങ്ങളുടെ പേര് ഞങ്ങളുടെ സ്ഥാനം ഒന്ന് മുഹമ്മദ് എന്ന് വിളിച്ചാൽ എനിക്ക് മുഹമ്മദ് എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയിച്ചു. എല്ലാവരിലേക്ക് നോക്കിക്കോളി. റെഡിയില്ലേ? ഇഷ്ടം ആരംഭിക്കില്ലേ? എല്ലാവരും ഓടിച്ചിരുന്നത് പോലെ കേട്ടോ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. എല്ലാവർക്കും ആവശ്യമില്ല, ഒന്നുകൂടി ആവശ്യമില്ല. ഒന്നുകൂടി ആവശ്യമില്ല. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله رب العالمين. الرحمن الرحيم. الرحمن الرحيم. مالك يوم الدين. مالك يوم الدين. إياك نعبد وإياك نستعين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. غير المغضوب عليهم ولا الضالين. آمين. എല്ലാവരും ഓതിയില്ലേ? സന്തോഷായോ? എന്തെങ്കിലും ഓതിയതിന്റെ പേരെന്താ? ഫാത്തിഹ എന്തിനുള്ളതാണ്? ഓതാനുള്ളതാണ്. എന്തിനുള്ളതാണ്? അത് നിങ്ങളുടെ കയ്യിലുള്ള മൊത്തത്തിലുള്ള ഇതിന്റെ പേരെന്താ? ഗ്രന്ഥത്തിന്റെ പേരെന്താ? ബുക്കിന്റെ പേരെന്താ? അപ്പൊ നിങ്ങളെ കയ്യിലുള്ള ഏറ്റവും വലിയ ബുക്കാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ബുക്ക്, വലിയ വലിപ്പുണ്ടാവും, വലിയ ഡയറികളൊക്കെ ഉണ്ടാവും. അതില്ല, റബ്ബിന്റെ കലാമായ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലേ? ഖുർആൻ അല്ലേ? അല്ലാഹു തആല നമുക്കത് പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആരംഭപ്പൂവായ മുത്തുനബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. എങ്ങനെ ചോദിച്ചു? സ്വഭാവം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ആരോടാ ചോദിച്ചത്? മുത്തുനബിയുടെ ഭാര്യ ആയിഷ ബീവി ഉമ്മയോടാണ് ചോദിച്ചത്. ആയിഷ ബീവിയുടെ മറുപടി എന്താണ്? മുത്തുനബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. അപ്പം ഇത് ഓതിയാൽ, നന്നായി ഇതിനോട് ബന്ധമുണ്ടായാൽ ഇതേപോലെ നമുക്ക്
ജീവിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയുന്നില്ല, ആവേശമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എന്താ നോക്കണ്ടേ? ഇഖ്ലാസ് ആയിക്കോട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ ഓതി തരണ്ട. ആരുണ്ടാവില്ല ഇല്ലേ? ഇനി എല്ലാവരും ഖുർആൻ ഒന്ന് കൂട്ടി വെച്ചാൽ തുറക്കാൻ പറയുമ്പോൾ തുറക്കാം. എല്ലാവരും കൂട്ടി വെക്കാം. ഒരുമിച്ചോതല്ലേ എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഇപ്പൊ നിങ്ങൾ പഠിച്ച സൂറത്തല്ല, കാണാതെ കിട്ടൂലേ? ഇനി നോക്കി പഠിക്കല് ഇൻഷാല്ലാ കൗബയിൽ ചെന്നതിന്റെ ശേഷം സ്ഥാപനത്തിൽ ചെന്നിട്ട് നമുക്ക് ഇൻഷാല്ലാ നോക്കിയിട്ട് ഉസ്താദ്മാർ ഓരോ ആയത്തുകൾ പഠിപ്പിച്ച് അപ്പൊ അതിലെ അക്ഷരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അല്ലേ? മനസ്സിലായി ജമീൽ അവരെല്ലാവരും കൂടെ മതി ഈ സമയം പാരൻസ് മീറ്റ് ആരംഭിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. سورة الفلق. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. سورة الناس. بسم الله بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽബുൽ ഖുർആൻ സൂറത്തിന്റെ ഖുർആനിന്റെ ഹൃദയം എന്ന് പറയുന്ന ഒരു 4 ആയത്ത് ഞാൻ ഓതിത്തരാം. അത് നിങ്ങൾ ഓതിയാൽ കേട്ടോതുന്നുണ്ട്. പൊതുവെ ബാക്കി ഉസ്താദന്മാര് സഖാബിന്റെ നേതൃത്വത്തിൽ ബാക്കിയൊരു ഓതി തന്നെ പഠിപ്പിക്കുന്ന ഓഫീസർമാരെ ധാരാളമുണ്ട്. ഏറ്റവും രക്ഷിതാക്കളോടും കൂടി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താട്ടോ. നമ്മുടെ ഈ നമ്മൾ ആദരിച്ചാലും ബഹുമാനിച്ചാലും മതിയാവില്ല. കാരണം ഈ ചെറിയ കുഞ്ഞുങ്ങളെ പ്രായത്തിൽ ഈ കുട്ടികൾക്ക് നമ്മളിപ്പോ ഈ വർഷത്തെ നിങ്ങളെ പുതിയ കുട്ടികളെ തെരച്ചിൽ കഴിഞ്ഞ 3 മിസ്സുമാർ കുട്ടികളെ കരയണം നോക്കാനാണ് സ്ഥാപിച്ചത്. ഇപ്പൊ പുതിയ അഡ്മിഷൻ കാരണം 2.25 ആയതിപ്പോ കൊടുത്ത് ചേർത്തിരിക്കണം. വേണ്ടാന്ന് പറഞ്ഞിട്ടും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ചേർത്തിരിക്കണം. അപ്പൊ ആ പെൻസിലാണ് ഇപ്പൊ ഒരാഴ്ച ഞാൻ പറഞ്ഞത് 2-3 ആഴ്ചക്ക് ഒന്നുമില്ല. ഉള്ളി ഡാൻസ് പാട്ടുകൾ നിങ്ങൾ TV ഇട്ട് കൊടുക്കുക, ഓരോന്ന് പാടിപ്പിക്കുക. അത് പിന്നെ കുതിരകളുടെ ആട്ടം ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മിസ്മാർക്കൊക്കെ എന്ത് ഗിഫ്റ്റാണ് ദുനിയാവിൽ എത്ര സാലറി കൊടുത്താലും മതിയാവില്ല. കാരണം വലിയൊരു പോത്താപ്പിയായിട്ട് വലിയൊരു തണ്ട് ആയ കുട്ടിയെ പഠിപ്പിക്കണ എല്ലാ പ്രശ്നം ഈ കുഞ്ഞുള്ള മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. മിസ്മാരെ നന്നായി നിങ്ങൾ വേണ്ട രൂപത്തിലുള്ള എല്ലാ റെസ്പെക്റ്റും ഇവർക്ക് കൊടുക്കണമെന്ന് രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താൻ. ധാരാളം രക്ഷിതാക്കൾ വന്നിട്ട് നിന്നോട് പാരൻസ് മീറ്റ് ആരംഭിക്കാൻ. അപ്പോൾ അതിന്റെ മുന്നൊരു കാര്യം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. യാസീനിലെ 4 ആയത്ത് കൂടി ഒതുക്കുന്ന നമുക്ക് എന്താക്കാം തൽക്കാലം അവസാനിപ്പിക്കാം. അല്ലേ? നല്ലൊരു أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉസ്താദന്മാരെ ഓതി പഠിപ്പിച്ചിട്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഖുർആൻ കഴിഞ്ഞാൽ എന്താ ഓതി കഴിഞ്ഞാൽ എന്താ ചെല്ലൽ? എന്താ ചെല്ലൽ? മാഷാ അല്ലാഹ്. മുഗൾ സനെ എന്താ പേര്? സൗദ. അൽഹംദുലില്ലാഹ് സൗദ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ എല്ലാവരും പറയും ഖുർആൻ ഓതി കഴിഞ്ഞാൽ എന്താ ചെല്ലൽ? സദഖല്ലാഹുൽ അസീം. അള്ളാഹു നല്ല രൂപത്തിൽ പഠിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഉഷാറായിട്ട് പഠിക്കണല്ലോ. പഠിക്കൂലേ? ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ്.